എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു പ്രതിസന്ധി, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു തകർച്ച സംഭവിച്ചു, എന്തുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്റെ പ്രാർത്ഥനയിൽ മറുപടിയില്ല, ദൈവം എന്തുകൊണ്ട് മൗനമായിരിക്കുന്നു, ഒരു വേളയെങ്കിലും ദൈവം പോലും എന്നെ മറന്നു കളഞ്ഞോ, ദൈവം പോലും എന്നെ കൈവിട്ടോ എന്ന് സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ വേട്ടയാടി ചോദിക്കുക. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വചനത്തിലൂടെ പറയുന്ന ദൂതറിഞ്ഞുകൊള്ളുക. ദൈവം പലതും പലപ്പോഴും നിന്റെ ജീവിതത്തിൽ ചെയ്യുമ്പോ അതിന്റെ പിന്നിലെ ദൈവോദ്ദേശം എന്തെന്നറിയാൻ കഴിയാതെ മനുഷ്യനായ നീ വീർപ്പുമുട്ടി എന്ന് വരാം. പക്ഷെ ഈ മറക്കരുത്, ദൈവം അറിയാതെയും ദൈവം അനുവദിക്കാതെയും ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നതിന്റെ ഒക്കെ പിന്നിൽ തിന്മയ്ക്കല്ല നന്മയ്ക്ക് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിശ്ചയം അത് തിന്മയ്ക്കല്ല നന്മയ്ക്കായിരുന്നു എന്ന് നിനക്ക് വ്യക്തമാകപ്പെടാൻ ഒരുപക്ഷെ അല്പസമയം എടുത്തെന്നു വരാം. അല്പം സമയം എടുക്കപ്പെടേണ്ടി വന്നാലും എഴുതി വെച്ചുകൊള്ളൂ, അത് നിന്റെ തിന്മയ്ക്കായിരുന്നില്ല, അത് നിന്റെ നന്മയ്ക്കായിരുന്നു എന്ന് നിന്റെ കണ്ണിന്റെ മുമ്പിൽ തെളിയിച്ചു തരാൻ എന്റെ ദൈവത്തിന് പദ്ധതി.